ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കവർ വെച്ചിട്ട് കുഴയ്ക്കാതെ പരത്താതെ ഈസി ആയിട്ടൊരു പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സക്സസ് ആയോ അതോ ഫ്ലോപ്പ് ആയോ എന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇത് നല്ലപോലെ കലക്കി എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാനാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ മാവ് ഉണ്ടായിരുന്നത്. ഇതിനി സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആ മാവ് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തപ്പോൾ ഇതുപോലെ കുറുകി വരും ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ കറക്റ്റ് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ല ആ രൂപത്തിലൊക്കെ ഇത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പാത്രത്തിലിട്ടിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കുഴച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ കൗണ്ടർ ടോപ്പിലിട്ടിട്ടൊന്നും കുഴയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുഴച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൂടാറുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കാനും പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതും അതുപോലെ ചെയ്തു കേട്ടോ. ഇതുപോലത്തെ ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ പത്തിരി ഉണ്ടാക്കി ഫ്ലോപ്പായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ആ വീഡിയോയിൽ കുഴയ്ക്കാതെ പരത്താതെ എന്നൊക്കെ ഉണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴയ്ക്കാതെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് മാവ് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്ലോപ്പായി പോവുകയാണെങ്കിൽ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒറ്റ പരത്തലിൽ 5 പത്തിരി 6 പത്തിരിയൊക്കെ പ്രസ്സായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതിനുള്ളൊരു ട്രിക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിന് മുകളിൽ മാവ് വയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കവർ വെച്ചിട്ട് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാതും ഒരു 5 എണ്ണമൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ചെയ്തത്. ഇതുവരെയും സക്സസ് ആയി. അപ്പോൾ ഇനിയുള്ളതും അങ്ങനെ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം കരുതിയിരുന്നു ഇത് സക്സസ് ആയ മാത്രമേ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി കാണാം കേട്ടോ. ഫൈനലി ഞാനിത് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കാൻ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പോലെ അങ്ങനെ താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ വിചാരിച്ചത് സക്സസ് ആയിന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ പ്ലേറ്റ് എടുത്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് കഴിയുന്ന പരമാവധി ഞാനിത് പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. നോക്കിയപ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ കണ്ടിരുന്നത്. പല ഷേപ്പുകളൊക്കെ അങ്ങനെ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ കുഴപ്പമില്ലാതെ തോന്നി. ഞാൻ പിന്നെ ഒന്നും കൂടി പരത്തി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ നല്ല പോലെ എനിക്ക് കഴിയുന്ന അത്ര ശ്രമിച്ചിട്ട് ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് നോക്കുകയാണ് കേട്ടോ. കവറുകൾ എടുത്തിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് കുഴപ്പമില്ല തോന്നി. ഇപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട് ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് നോക്കിയതാണ് കേട്ടോ. അവരിങ്ങനെ കയ്യിലെടുത്തപ്പോൾ അങ്ങനെ നല്ല രീതിയിലാണ് അവർ കാണിച്ചു തന്നത്. അപ്പോൾ ഞാനത് കയ്യിലെടുത്തപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. കയ്യിലെടുത്തപ്പോൾ തന്നെ അത് പൊട്ടിപ്പോവാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പിന്നെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഫ്ലോപ്പ് ആവുമെന്ന് എനിക്കൊരു 80% ഉറപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അതാവട്ടെ ഫുള്ള് കേടുവന്നു, ഫുള്ള് മാവും കേടുവന്നു. ഞാൻ പിന്നെ അത് വേസ്റ്റ് ആക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിത് നല്ല പോലെ കുഴച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. പ്രസ്സിൽ പരത്തിയിട്ട് മറ്റേ കുഴൽ വെച്ചിട്ടൊന്നും പരത്താനൊന്നും ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വേസ്റ്റാക്കി കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ ഒന്നും ചെയ്ത് നോക്കരുത് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ച് സക്സസ് ആവുകയാണെങ്കിൽ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടിക്കുഴച്ച് പരത്തി നല്ല പണിയെടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സംഭവം ഇത്ര ഈസി ആക്കാൻ പറ്റില്ല. ഞാൻ 3 തവണ ഒരുപോലെ കുറേ ടെസ്റ്റുകൾ നടത്തി നോക്കിയതാണ് ഈ ഒരു പത്തിരിയുടെ കാര്യത്തിൽ. പക്ഷേ ഇതുവരെ സക്സസ് ആയിട്ടില്ല കേട്ടോ. ഈ ഒരു മാവ് കൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ കൊളാക്കിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി കഴിഞ്ഞപ്പോഴത്തേന് ഐശു ഇത് നല്ല പരത്തലാണ് കേട്ടോ. അപ്പുറത്ത് ചെറിയൊരു ബോൾ വെച്ചിട്ട്
പിന്നെ ഈ മാവ് ഞാൻ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നല്ല പോലെ ആ മാവ് കുഴച്ചെടുത്തിട്ട് പ്രസ്സിൽ വെച്ചിട്ട് ചുട്ടെടുത്തിരുന്നു. ഇനിയാണ് കേട്ടോ നമ്മളെ ഒറിജിനൽ ട്രഡീഷണൽ പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇതാ മാവ് വാട്ടിയെടുത്തിട്ട് കയ്യിലിതാ വെള്ളം, ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് കേട്ടോ, അത് എന്നിട്ട് പരത്തിയെടുക്കലാണ്. നല്ല പോലെ പണിയെടുത്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ പത്തിരി. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ വീഡിയോയിൽ അപ്ലോഡ് ആക്കുന്നതും. പക്ഷെ അതൊന്നും സക്സസ് ആവുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ അത് നല്ല പോലെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കുമ്പോൾ പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ് വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി എന്നുള്ളത്. അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാനൊക്കെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പത്തിരി വാട്ടിയെടുക്കുമ്പോൾ വെള്ളം വെക്കുമല്ലോ, അത് കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക. എന്നിട്ട് അത് ഇന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന്, നമുക്ക് ഇനിയിപ്പോൾ പത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വാട്ടുമ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഒട്ടി പിടിക്കില്ലേ, കുറച്ച് വെള്ളം എടുത്തിട്ട് ആ സമയത്ത് തന്നെ വേഗം ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക. പിന്നെ 1 മിനിറ്റിന് ശേഷം തുടച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ എല്ലാ ബോൾസും ഇത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പ്രസ് വെച്ചിട്ട് ഇതെല്ലാതും പരത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പത്തിരി എത്ര തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾ പത്തിരിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതെങ്ങനെയെന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായി വ്ളോഗ്സിനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ബൈ ബൈ.